ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ. ഇപ്പോഴും ഒരു മാറ്റമില്ല. ഫുള്ള് മഴയാണ്. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായിട്ടും ഒരു കുറവുമില്ല, പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൃശ്ശൂരൊക്കെ നല്ല മഴയുണ്ട്. കുറേ സ്ഥലത്ത് മഴയുണ്ടെന്ന് പറയുന്നു, ന്യൂസിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാനൊന്ന് കിച്ചണിൽ കയറി. എന്തെങ്കിലും വൈകുന്നേരം അല്ല, രാത്രി ആയിരിക്കും, നിസ്കാരത്തിനൊക്കെ ശേഷമാണ് ഞാൻ കയറിയത്. വൈകുന്നേരം നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൊള്ളി ഉണ്ടായിരുന്നു, അതൊന്ന് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചാളുണ്ട്, അത് കറി വെക്കാം, ഫ്രൈ ചെയ്യാം വൈകുന്നേരം. കുറേ നാളെ കൊള്ളി കഴിച്ചിട്ട്. ഇവിടെ കൊള്ളിയെന്നാണ് കേട്ടോ പറയുക, കൊള്ളിക്കിഴങ്ങെന്ന് പറയുക. പലരും പല പേരാണല്ലോ പറയുന്നത്. അപ്പോൾ അതൊന്ന് കൊള്ളി പുഴുങ്ങി ചാളക്കറി, ചാള ഫ്രൈ കൂടി കഴിക്കാമെന്ന് വിചാരിച്ച്. നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ കൊള്ളിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത്, നല്ല ചളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കൊള്ളിയാണെന്ന് വെച്ചാൽ മിക്സഡാണ്. കുറേയൊക്കെ നല്ല വേവുന്ന കൊള്ളിയാണ്, ചിലത് ഇടയ്ക്ക് ഒരു മോശമായിട്ടുള്ള കൊള്ളിയുണ്ട്. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ചായക്കൊന്ന് കുടിച്ച്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കുർത്തി നല്ലൊരു കുർത്തിയാണ്. സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട്, നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാം, പുറത്ത് പോകുമ്പോഴും ഉപയോഗിക്കാം. നല്ല കുർത്തിയാണ്. ഞാനൊരു 5-6 പ്രാവശ്യം കഴുകിയതാണ്, ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അതിന് ലിങ്ക് വേണ്ടവർ ലിങ്കിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോഴും ഒരു മാറ്റമില്ല കേട്ടോ. പക്ഷേ ഞാൻ ഡ്രസ്സൊക്കെ അതിപ്പോൾ ഡെയിലി യൂസിൻ്റെ ആണെങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പോഴത്തെ ആണെങ്കിലും ഞാൻ മെഷീനിൽ ഇടാറില്ല. ഒരു 5-6 പ്രാവശ്യം മെഷീനിൽ ഇടാറില്ല. കൈ വെച്ചിട്ട് തന്നെ കഴുകിയെടുക്കുന്നതുകൊണ്ട് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. മെഷീനിലിടുമ്പോൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ നാശമാവുന്ന പോലെ തോന്നും. നമ്മൾ ഡെയിലി ഇടണമല്ലോ, അത്ര ഒരുപാട് ചെളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് കഴുകിയെടുക്കാൻ നല്ലത്. മെഷീനിലിടുമ്പോൾ ഡ്രസ്സ് പെട്ടെന്ന് നാശമാവുന്ന പോലെ തോന്നും. അപ്പോൾ കുറച്ച് പ്രാവശ്യമൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ മെഷീനിലിടും. അപ്പോൾ ഞാൻ ചാള ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്യാനുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിക്കും ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചാള ഞാൻ നേരത്തെ തന്നെ നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം വെക്കും ഞാനെപ്പോഴും ഇത്. അപ്പോൾ ഒന്നും കൂടെ മസാല ഒക്കെ പിടിക്കും. ചാളൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വെക്കുന്നത് കറി നന്നായിട്ട് ഇങ്ങനെ കലക്കിയിട്ടാണ് വെക്കുന്നത്. മസാല നന്നായി കലക്കി തിളപ്പിച്ചെടുത്തിട്ട് അതിൽ മീനിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, വഴച്ചിട്ടൊന്നുമില്ല. ഇത് നല്ല ടേസ്റ്റാണ്. നല്ല വറ്റിയതിന് ശേഷം മീനിട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് മീനിടുള്ളൂ കറിയിൽ, കാരണം ഇവിടെ കറി വെച്ചാരും കഴിക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ല ചാളായതുകൊണ്ട്, നല്ല പഞ്ഞീനൊക്കെ ഉള്ള ചാളായതുകൊണ്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്, പൊരിച്ചാലും നല്ല ടേസ്റ്റാണ്. നെയ്യൊക്കെ ഉണ്ട്, നല്ല ചാളയാണ് ഇപ്പോൾ. ഈ ഒരു ടൈമിൽ നല്ല ചാള കിട്ടുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കറിയൊക്കെ വറ്റി ഒന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൊള്ളി വെന്തിട്ടുണ്ട്. കൊള്ളി ചിലതൊന്നും വേവാത്തുണ്ട്, പക്ഷേ ചിലത് നല്ല വെന്തിട്ടുമുണ്ട്. മിക്സഡ് ആയിട്ടുള്ള ഒരു കൊള്ളിയാന്ന് തോന്നുന്നു. അപ്പോൾ കൊള്ളിയൊക്കെ ഞാനൊന്ന് വാർത്തെടുത്തിട്ടുണ്ട്. അപ്പം കൊള്ളിയും മീൻകറിയും മീൻ പൊരിച്ചതും പിന്നെ പഞ്ഞീനെ കൂടി നന്നായിട്ടൊന്ന് കഴിക്കട്ടെ. നല്ലൊരു കോമ്പിനേഷനല്ലേ. അപ്പോൾ